എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാർട്ട് 7, നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. റോമാലേഖനം 5:4. സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. 5. പ്രത്യാശ നമ്മെ ലജ്ജിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ. സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. Perseverance will bring character, and character will bring hope, and hope will not disappoint you. Hallelujah. സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. സിദ്ധത പ്രത്യാശ, ക്യാരക്ടർ ബ്രിങ്സ് ഹോപ്പ് ടു യു. അപ്പോൾ സ്വഭാവ ശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പ്രത്യാശ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീതീകരണത്തിനകത്ത് ഉളവായി വരും. സ്വഭാവം, ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുക ചെയ്യുന്നത്. നമുക്ക് ഈ ജഡത്തിൽ ഇവിടെ ജീവിക്കുമ്പോഴും ആത്മാവിൽ കർത്താവിൻ്റെ കൂടെ വസിക്കുന്നത്. ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവിക സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. നല്ല സ്വഭാവം, നല്ല ക്യാരക്ടർ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കുക, മറ്റുള്ളവരെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ തകർത്ത് കളയുവാൻ നോക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ താല്പര്യമില്ലാത്തവർ, മറ്റുള്ളവരെ വളർത്താത്തവർ, അങ്ങനെ ദൈവികമല്ലാത്ത സ്നേഹമോ സന്തോഷമോ ഒന്നുമില്ലാത്ത, ദൈവിക സ്വഭാവമില്ലാത്ത, സ്വഭാവശുദ്ധിയില്ലാത്ത, മോശമായി ജീവിക്കുന്നത് ആൾക്കാർ, അവർക്കൊരിക്കലും പ്രത്യാശയില്ല, ദൈവത്തിലുള്ള പ്രത്യാശയില്ല. തിരുവചനം പറഞ്ഞു, സിദ്ധത, ക്യാരക്ടർ, സ്വഭാവം പ്രത്യാശയെ ഉളവാക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ദൈവത്തോടുള്ള പ്രത്യാശ, ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാക്കി ദൈവം നമ്മളെ അക്കരെ എത്തിക്കും എന്നുള്ള പ്രത്യാശ നമുക്ക് വേണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രത്യാശ അത്യാവശ്യമാണ്. പ്രത്യാശയില്ലാത്തവർ പെട്ടുപോകും, വീണുപോകും, തകർന്നു പോകും. അപ്പോൾ സ്വഭാവശുദ്ധി ഇല്ലാത്തവർക്ക്, സ്വഭാവം ക്യാരക്ടർ ഇല്ലാത്തവർക്ക് ഒരിക്കലും പ്രത്യാശ കാണത്തില്ല. അവർക്ക് ദൈവിക വേലകളെല്ലാം ബിസിനസ് മോഡിൽ കൊണ്ടുപോകും. ദൈവികമായി യാത്രകളിൽ യാത്ര ചെയ്യുവാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. പ്രത്യാശയില്ലാത്തിടത്തോളം കാലം സ്വർഗത്തിൻ്റെ വകയായി തീരത്തില്ല. പ്രത്യാശയില്ലാത്തിടത്തോളം കാലം സ്വർഗത്തിൻ്റെ വകയാകുവാൻ അവർക്ക് താല്പര്യമില്ല. സ്വർഗം എന്നാ താല്പര്യപ്പെടുന്നോ അതനുസരിച്ച് നീങ്ങുവാൻ താല്പര്യപ്പെടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. പ്രത്യാശ ലജ്ജിപ്പിക്കുന്നുമില്ല. പ്രത്യാശ ഒരിക്കലും നമുക്ക് ലജ്ജകരമായി തീരത്തില്ല. പ്രത്യാശ നമ്മളെ അക്കരെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, അക്കരെ എത്തിക്കും. നമ്മൾ ഇന്നുകൊണ്ട് നീതീകരണത്തിൻ്റെ ഫലങ്ങൾ പൂർത്തിയാകുവാണ്. 7ാമത്തെ പാർട്ട് നമ്മളിന്ന് തീരുമ്പോൾ, ഇന്ന് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയാൽ
കൃപയ്ക്ക് നമുക്ക് അവനിലൂടെ വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുമാത്രമല്ല, നാം നമ്മുടെ കഷ്ടതയിലും പ്രശംസിക്കുന്നു. എന്തെന്നാൽ കഷ്ടതയിൽ സഹിഷ്ണുതയും ഉളവാക്കുന്നു. എന്നാൽ നാം അത് അറിയുന്നു, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശ നമ്മളെ ലജ്ജിപ്പിക്കുന്നതും ഇല്ല. We must have the hope of God in us. Hallelujah. Hope of God is Christ himself. ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് പ്രത്യാശ വെക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്തെ ഫലങ്ങളാണ് നമ്മളിന്ന് ഈ ദിവസം വരെ പാർട്ട് 7 വരെ നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്തുള്ള ഫലങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ആ ഫലങ്ങളിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതീകരണത്തിനകത്ത്, ക്രിസ്തുവിൻ്റെ നീതീകരണത്തിനകത്ത് ജീവിക്കുവാൻ, അതിൻ്റെ ഫലം ആമേൻ പുറപ്പെടുവിക്കുന്നവരായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ. ആമേൻ.